ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് മാതൃത്വം അല്ലെങ്കിൽ അമ്മയാകാൻ പോകുന്ന കാലം. പുതിയൊരു ജീവൻ തുടങ്ങുമ്പോൾ ഒരു സ്ത്രീ അത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു വീട് വെക്കുകയോ അല്ലെങ്കിൽ കാറ് മേടിക്കുകയോ ചെയ്യുമ്പോൾ നമ്മളൊരു 2-3 കൊല്ലം പ്ലാൻ ചെയ്തിട്ടാണ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ അതിലേറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക? 3 ഘടകങ്ങളായിട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മൾ ശാരീരികമായുള്ള പ്രിപ്പറേഷൻ. രണ്ടാമതായിട്ട് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ്. മൂന്നാമതായിട്ട് പ്രീ പ്രഗ്നൻസി ചെക്കപ്സ്. എങ്ങനെയാണ് ശാരീരികമായി ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾസ് റെഗുലർ ആയ ഒരാൾക്ക് അണ്ടോൽപാദനം ശരിയായി നടക്കുന്നുണ്ട്. വലിയ പ്രോബ്ലംസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇപ്പൊ 2-3 മാസം കൂടുമ്പോൾ മെൻസ്ട്രൽ സൈക്കിൾസ് വരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സ്ത്രീ നേരത്തെ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട മരുന്നുകൾ ഇടേണ്ടി വരും. ചിലപ്പോൾ അണ്ടോൽപാദനത്തിനായിട്ട് നമ്മൾ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരാം. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 2-3 കൊല്ലം കുട്ടികൾ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടാവും. ഉദാഹരണത്തിന് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. അപ്പം ഇത്തരം ഡിവൈസസ് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മളത് നിർത്തിവെച്ചതിന് ശേഷമേ പ്രഗ്നൻസി പോസിബിൾ ആവുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരു ബാലൻസ് ഡയറ്റ് ആയിരിക്കണം അമ്മ ഫോളോ ചെയ്യുന്നത്. നമുക്കറിയാം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇപ്പം നട്ട്സ്, നമ്മൾ ധാന്യങ്ങൾ, ലീൻ മീറ്റ് എല്ലാം വളരെ അത്യാവശ്യമാണ് ഒരു ബാലൻസ് ഡയറ്റ്. ഇപ്പം പ്രോസസ്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ അമിതമായി കൊഴുപ്പുള്ള ഭക്ഷണം അല്ലെങ്കിൽ അമിതമായ കോഫി കുടിക്കുന്നത് അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ്, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്. ആഴ്ചയിൽ ഇപ്പോൾ ഒരു 5 ദിവസമെങ്കിലും ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാം. ഒന്നുകിൽ നടക്കാം, അല്ലെങ്കിൽ ഓടാം, അല്ലെങ്കിൽ ജോഗ് ചെയ്യാം, എന്തെങ്കിലും ഒരു തരത്തിലുള്ള എക്സസൈസ്. എന്തിനാണ് ഈ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത്? ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അമിതവണ്ണമുള്ള ഗർഭിണികൾ, അമ്മയ്ക്കും കുഞ്ഞിനും ഗർഭാവസ്ഥയിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. അതേപോലെ അമ്മയ്ക്ക് തീരെ വെയിറ്റ് കുറവാണെന്ന് വെച്ചോളൂ, അപ്പോഴും അതെ കുട്ടിക്ക് തൂക്കക്കുറവ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി 4മതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻസ് ആണ്. ഏതൊക്കെ വൈറ്റമിനാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഫോളിക് ആസിഡ് ഗുളിക, അത് കഴിക്കുന്നത് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ്, നാഡീ സംബന്ധമായ രോഗങ്ങൾ കുട്ടിക്ക് വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളിക് ആസിഡ് ഗുളിക കഴിക്കുന്നത്. ഇപ്പൊ ലോ റിസ്ക് ആയ ആൾക്കാരാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പെങ്കിലും, പ്രഗ്നൻസിന്റെ 1 മാസം മുമ്പെങ്കിലും ഫോളിക് ആസിഡ് ഗുളിക കഴിച്ചു തുടങ്ങണം. ഇപ്പൊ ഹൈ റിസ്ക് ആണെന്ന് വെച്ചോളൂ, ഇപ്പൊ അപസ്മാരം രോഗമുള്ള അമ്മ അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് ഉണ്ടായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു 3 മാസം മുമ്പ് തന്നെ ഫോളിക് ആസിഡ് ഗുളിക കഴിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. പിന്നെ 5മതായി പറയാനുള്ളത് അമിതമായ മദ്യപാനം അല്ലെങ്കിൽ സ്മോക്കിംഗ്, പുകവലി, ഇതെല്ലാം കുട്ടിക്ക് തകരാറ്, കോംപ്ലിക്കേഷൻസ് വരുത്തുന്ന ഘടകങ്ങളാണ്. അപ്പൊ അബ്സല്യൂട്ട്ലി നോ സ്മോക്കിംഗ് ഓർ ആൽക്കഹോൾ ഇൻ പ്രഗ്നൻസി. പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്, ഗർഭമാവുന്നതിനും ഒരു 2-3 മാസം മുമ്പേ അതിൽ ആ സ്ത്രീ ഒരു ഡോക്ടറെ കണ്ട് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എടുക്കേണ്ടതാണ്. എന്താണ് ഈ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്? ഇപ്പൊ ഡോക്ടർ അവരുടെ ഹിസ്റ്ററി ഒക്കെ എടുക്കുന്നു, എന്നിട്ട് റിസ്ക് ഒക്കെ അസസ് ചെയ്യുന്നു, എന്നിട്ട് റിസ്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അഡ്വൈസസ് നൽകുന്നു. എന്തിനാണ്? ഒരു ആരോഗ്യകരമായ ഗർഭത്തിന് വേണ്ടി. ഗർഭിണി ആയിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന പ്രഷറിന്റെ ഗുളികകൾ, ചില ഗുളികകളുണ്ട്. അപ്പൊ ആ ഗുളികകളിലേക്ക് മാറ്റണം. എന്നിട്ട് BP കൺട്രോൾ ആയതിനു ശേഷം വേണം ഗർഭിണിയാവാൻ. അതേമാതിരി ഷുഗർ ഉള്ള ആൾക്കാർ ഗർഭാവസ്ഥയിൽ നമ്മൾ ഇൻസുലിനും മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ ഗുളികകളൊക്കെയാണ് നമ്മൾ കൊടുക്കാറ്. ഇപ്പൊ ഗർഭിണി അല്ലാത്ത ആൾക്കാർക്ക് വേറെ തരം ഷുഗറിന്റെ ഗുളികകളാണ്. അപ്പൊ അത് ഒഴിവാക്കി അത് മാറ്റി ഈ ഗർഭാവസ്ഥയിൽ കൊടുക്കുന്ന
ഗുളിക അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലേക്ക് മാറ്റാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഷുഗർ കൺട്രോളും ആവണം. HbA1c എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഒരു 6.5 താഴെ ആയിരിക്കണം. ആ സമയത്താണ് നമ്മൾ ഗർഭിണിയാവേണ്ടത്. ഇല്ലെങ്കിൽ കുട്ടിക്ക് അംഗവൈകല്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടും. കുറെ കാലമായി കഴിക്കുന്ന മരുന്നുകൾ പല അസുഖത്തിനായിട്ടും, ഇതെല്ലാം ഡോക്ടറോട് പറഞ്ഞ് അത് ഗർഭാവസ്ഥയിൽ മാറ്റേണ്ടതാണെങ്കിൽ അത് മാറ്റി വേറെ ഗർഭാവസ്ഥയിൽ പറ്റുന്ന മരുന്നുകളാക്കണം. പിന്നെ മുമ്പത്തെ ഗർഭത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മറുപിള്ള വിട്ടുപോകുന്ന അസുഖം, അല്ലെങ്കിൽ ആദ്യത്തെ ഓപ്പറേഷൻ ആയിരുന്നു, സിസേറിയൻ ഓപ്പറേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഡോക്ടറോട് പറഞ്ഞ് ആദ്യത്തെ പ്രഗ്നൻസിയിൽ പ്രഷറുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അപ്പം അടുത്ത പ്രഗ്നൻസി തുടങ്ങുമ്പോൾ തന്നെ ആസ്പിരിൻ പോലത്തെ മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ പ്രഷർ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പ്രീ കൺസെപ്ഷൻ കൗൺസിലിങ്ങിലൂടെ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് തരും. ഫാമിലി ഹിസ്റ്ററിയും അതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുഗറോ പ്രഷറോ അങ്ങനത്തെ അസുഖങ്ങളുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അംഗവൈകല്യത്തിൻ്റെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർ, ട്വിൻസിൻ്റെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർ, അതൊക്കെ ഈ പ്രീ കൺസെപ്ഷൻ കൗൺസിലിങ്ങിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജനറ്റിക് ടെസ്റ്റിംഗ്. ചിലർ കുടുംബത്തിലായിരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാവുക, ഇപ്പോൾ ഫസ്റ്റ് കസിൻ അല്ലെങ്കിൽ സെക്കൻഡ് കസിൻ. അത്തരം പ്രഗ്നൻസീസിൽ കൺസാങ്കുനിറ്റി എന്നാണ് പറയുക, ഈ ജനിതക തകരാറുകൾ കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർ, ഇപ്പം കുടുംബത്തിൽ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ നമ്മൾ ജനറ്റിക് കൗൺസിലിംഗ് കൂടെ ചെയ്യും. അപ്പം നമുക്ക് കുട്ടിക്ക് ജനിതക തകരാറുകൾ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. ഇപ്പം ജനറ്റിക് ടെസ്റ്റിങ്ങും ജനറ്റിക് കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് ജനിതക തകരാറുള്ള കുട്ടികൾ ഉണ്ടാവുന്ന സാധ്യത കുറയ്ക്കാൻ ഒരു പരിധി വരെ നമുക്ക് സാധ്യമാണ്. പിന്നെ അമ്മയുടെ വാക്സിനേഷൻ, അതുകൂടെ പ്രീ കൺസെപ്ഷൻ കൗൺസിലിങ്ങിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. അമ്മ എല്ലാ വാക്സിൻസും അപ് ടു ഡേറ്റ് ആണോ എന്നുള്ളത് കാര്യം ഉറപ്പാക്കണം. പ്രത്യേകിച്ച് റൂബല്ല വാക്സിൻ. ഇപ്പോൾ റൂബല്ല വാക്സിൻ ഓൾറെഡി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഗർഭിണിയാവുന്നതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പെങ്കിലും എടുത്തിരിക്കണം. കാരണം ഗർഭാവസ്ഥയിൽ ആദ്യത്തെ 3 മാസം അല്ലെങ്കിൽ 16 ആഴ്ചേൻ്റെ ഉള്ളിൽ റൂബല്ല ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് 80% സാധ്യതയാണ് കുട്ടിക്ക് തകരാറുകൾ വരാം. ഇപ്പം റൂബല്ല പോസിറ്റീവ് ആണ്, ഈ പ്രഗ്നൻസിയിൽ പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ അബോർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ റൂബല്ല വാക്സിൻ നിർബന്ധമായും എടുത്തിരിക്കണം. പിന്നെ ഉള്ള വാക്സിനാണ് ചിക്കൻ പോക്സ് വാക്സിൻ. ചിക്കൻ പോക്സ് പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 20 ആഴ്ചേൻ്റെ ഉള്ളിൽ ചിക്കൻ പോക്സ് വന്നു എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് തകരാറുകൾ വരാനുള്ള ഒരു സാധ്യത ഒരു 2% വരെ സാധ്യതയുണ്ട്. അപ്പൊ ചിക്കൻ ബോക്സ് വരാതിരിക്കാൻ നമുക്ക് ഇഫക്റ്റീവായ വാക്സിൻ ഉണ്ട്. ചിക്കൻ ബോക്സ് വാക്സിനും അതെ ലൈവ് വാക്സിനാണ്. അപ്പോൾ ഒരു പ്രഗ്നൻസി ആവുന്നതിൻ്റെ ഒരു മാസം മിനിമം 1 മാസം മുമ്പെങ്കിലും എടുത്തിരിക്കാം. പിന്നെ ഉള്ളത് ഫ്ലൂ വാക്സിൻസ്, ഇൻഫ്ലുവൻസ വാക്സിൻസും അതെ എടുക്കുന്നത് നല്ലതാണ് ആനുവലി. ശാരീരികമായ തയ്യാറെടുപ്പ് കഴിഞ്ഞു, പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് കഴിഞ്ഞു. ഇനി വരുന്നതാണ് പ്രീ പ്രഗ്നൻസി ചെക്കപ്സ്. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ നിങ്ങളെ എക്സാമിൻ ചെയ്യുന്നു, BP, വെയിറ്റ്, പൾസ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്നു, നോർമലാണ് എന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നെ വയറ് പരിശോധനയും പെൽവിക് എക്സാമിനേഷനും ചെയ്യുന്നു. വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല, ഗർഭധാരണത്തിന് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടെസ്റ്റുകളും ഇപ്പോൾ തൈറോയിഡ്, ഷുഗർ അതുപോലത്തെ ടെസ്റ്റുകളും ചെയ്യുന്നത് നല്ലതാണ്. പെൽവിക് എക്സാമിനേഷൻ്റെ കൂടെ തന്നെ 21 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ പാപ്സ്മിയർ ടെസ്റ്റും അതെ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ശാരീരികമായും മാനസികമായും തയ്യാറെടുത്ത് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ്, പ്രീ പ്രഗ്നൻസി ചെക്കപ്പ് ഒക്കെ നടത്തി നല്ലൊരു മാതൃത്വത്തിന് വേണ്ടി ഒരുങ്ങാം. വിഷ് യു ഓൾ എ വെരി ഹാപ്പി പാരന്റിങ്.